ന്യൂസ് 16 കേരള. ഞങ്ങൾക്കെല്ലാവരെയും നഷ്ടപ്പെട്ടു. ഓപ്പറേഷൻ സിന്ദൂറിൽ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടത് ആദ്യമായി സ്ഥിരീകരിച്ച് ജെയ്ഷെ മുഹമ്മദ്. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തു തരിപ്പണമാക്കിയ ഇന്ത്യയുടെ അഭിമാന ദൗത്യം ഓപ്പറേഷൻ സിന്ദൂറിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടതായി ആദ്യമായി സ്ഥിരീകരിച്ച് ജെയ്ഷെ മുഹമ്മദ്. ജെയ്ഷെ കമാൻഡർ മസൂദ് ഇല്യാസ് കാശ്മീരിയാണ് ഒരു പൊതുപരിപാടിയിൽ ഇക്കാര്യം വ്യക്തമാക്കിയത്. ബഹവൽപൂരിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ തങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് മസൂദ് ഇല്യാസ് കാശ്മീരി തുറന്നു പറയുന്ന വീഡിയോ ഇപ്പോൾ പാകിസ്ഥാൻ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ തങ്ങളുടെ തലവൻ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടതായി മസൂദ് ഇല്യാസ് കാശ്മീരി ഈ വീഡിയോയിൽ സമ്മതിക്കുന്നു. ഭീകര സംഘടനക്കുണ്ടായ നഷ്ടങ്ങൾ അംഗീകരിക്കുന്നതായും തങ്ങൾ എപ്പോഴും പാകിസ്ഥാൻ സൈന്യത്തോടൊപ്പം നിൽക്കുമെന്നും ജെയ്ഷെ ഭീകരൻ തുറന്നു പറയുന്നുണ്ട്. മെയ് 7-നാണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ബഹാവൽപൂരിലെ ജെയ്ഷെ ആസ്ഥാനമായ ജാമിയ മസ്ജിദ് സുബ്ഹാനല്ലാ ഇന്ത്യ മിസൈൽ ആക്രമണത്തിലൂടെ തകർത്തത്. ഏപ്രിൽ 22-ന് ബഹൽഗാമിൽ 25 വിനോദസഞ്ചാരികളെ ക്രൂരമായി വെടിവെച്ച് കൊലപ്പെടുത്തിയതിനുള്ള ഇന്ത്യയുടെ പ്രതികാരമായിരുന്നു ഇത്. ബഹൽപൂർ ജെയ്ഷെ ആസ്ഥാനം കൂടാതെ പാകിസ്ഥാനിലെ മറ്റ് 8 ഭീകര കേന്ദ്രങ്ങൾ കൂടി ഇന്ത്യ തകർത്തു തരിപ്പണമാക്കിയിരുന്നു. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.